ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റ ശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മീനു ചന്ദ്രമോഹനോട് പറയുന്നു, ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കണക്ക് പറയാനും കാശ് വാങ്ങാനും തോന്നുമോ? വാങ്ങിച്ച പൈസ തന്നെ അധികമാ. ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് വാങ്ങിച്ചു പോയതാ. എന്തെങ്കിലും സാധിച്ചാൽ ഞങ്ങൾ വാങ്ങിച്ച പൈസയൊക്കെ ഞാൻ തിരിച്ചു തരും. മേനോൻ സാർ വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയാലും ശരി, ഞാൻ ആ കടം വീട്ടും. ചന്ദ്രമോഹൻ പറയുന്നു, കടമോ? ഒരു കടവും ഇല്ല. ഞങ്ങൾ അങ്ങോട്ടാ തരാനുള്ളത്, ഇങ്ങോട്ടൊന്നും തരാനില്ല. അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. മീനു പറയുന്നു, എന്തായാലും ഈ രൂപ എനിക്ക് വേണ്ട കേട്ടോ. എന്റെ മോൾ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ 100-1 വിലയുണ്ടോ ഇതിന്? എനിക്ക് എന്റെ മോളുടെ ആയയാകണ്ട, അമ്മയായാ മതി. അങ്ങനെ കണ്ണു നിറങ്ങിയ മീനു അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് ചന്ദ്രമോഹൻ. തുളസി ദേഷ്യത്തോടു കൂടി ചന്ദ്രമോഹനെ നോക്കുമ്പോൾ ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ചേട്ടാ ഞാൻ എന്ത് ചെയ്യണം? തുളസി പറയുന്നു, എനിക്കൊന്നും പറയാനില്ല, എല്ലാം അവള് പറഞ്ഞല്ലോ. ചന്ദ്രമോഹൻ പറയുന്നു, ഇങ്ങനൊരു മകളുടെ അച്ഛനാകാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് അഭിമാനിക്ക് ചേട്ടാ. ഒരു 2 സെക്കൻഡ് നേരം. തുളസി പറയുന്നു, അഭിമാനിച്ചേക്കാം, പക്ഷേ അതിന്റെ മറുവശത്ത് വേറൊരു സാധനമുണ്ട്, അപമാനം. അതും ഞാൻ തന്നെ അനുഭവിക്കുന്നത്. എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിപ്പോൾ യാതൊരു ബന്ധവും ഇല്ല. ഒരുപാട് ബന്ധുക്കളുണ്ട്, അവർക്കറിയാൻ മേല ഞാൻ എവിടെയാ താമസിക്കുന്നതെന്ന്. ഒരു കല്യാണത്തിനോ മരിപ്പിനോ അടിയന്തരത്തിനോ എന്നെ ആരും വിളിക്കാറില്ല. ഞാൻ ഒളിച്ചു താമസിക്കുകയല്ലേ. സാറിന് അതിന്റെ വിഷമം ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പിന്നെന്തിനാ വെറുതെ? ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ഈ പൈസ ചേട്ടൻ എടുക്കുന്നോ അതോ ഞാൻ തിരിച്ചെടുക്കണോ? തുളസി പറയുന്നു, ഇവിടെ ആവശ്യമില്ലാന്ന് അവള് തീർത്ത് പറഞ്ഞല്ലോ. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ അതാണ് അന്തസ്, ചേട്ടൻ അത് മനസ്സിലായില്ലേ? തുളസി പറയുന്നു, സാർ ഇനി എനിക്ക് ഒന്നും മനസ്സിലാക്കി തരണ്ട, അന്തസ്. അങ്ങനെ തുളസി അകത്തേക്ക് പോകുമ്പോൾ ടേബിളിലിരിക്കുന്ന ആ പണത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുകയാണ് ചന്ദ്രമോഹൻ. തുടർന്ന് ചന്ദ്രമോഹന്റെ കാർ വരുന്നത് കണ്ട് ചായക്കടയിലിരിക്കുന്ന എല്ലാവരും കാറിലേക്ക് ശ്രദ്ധിക്കുകയാണ്. പ്രാചി പറയുന്നു, ദേ വണ്ടി തിരിച്ചു വരുന്നുണ്ടല്ലോ. കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി അരികിലേക്ക് വന്ന സുഗുണനോട് ചന്ദ്രമോഹൻ പറയുന്നു, പോട്ടെ. പുഞ്ചിരിച്ച് തലയാട്ടി കാറിനകത്തേക്ക് നോക്കുകയാണ് സുഗുണൻ. ചന്ദ്രമോഹൻ അവിടെ നിന്ന് പോയതിനു ശേഷം സുഗുണൻ പറയുന്നു, എന്തോ കുഴപ്പമുണ്ട്. കാറിനകത്ത് കുഞ്ഞുമില്ല, തള്ളയില്ല. പ്രാചി പറയുന്നു, അതെന്നോ പറ്റി? കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോകുന്ന തുളസി ചേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞതാണല്ലോ, അതിനല്ലേ ആള് വന്നത്? സുഗുണം പറയുന്നു, കാറിനകത്ത് അങ്ങേര് മാത്രമേ ഉള്ളൂ, ഞാൻ അരിച്ചു പറക്കി നോക്കിയതല്ലേ. ഗോവിന്ദൻ ചോദിക്കുന്നു, അല്ലെങ്കിലും കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട് ആർക്കെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചത് പ്രസന്നയോ മറ്റോ കുഞ്ഞിനെയും കൊണ്ട് കൂടെ പോകുന്ന. സുഗുണം ചോദിക്കുന്നു, എനിക്കൊരു സംശയം, ഈ വന്നിട്ട് പോയ ആള് തന്നെ ആയിരിക്കുമോ കുഞ്ഞിന്റെ അച്ഛൻ? പ്രാഞ്ചി ചോദിക്കുന്നു, കുഞ്ഞിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അയാള് പിന്നെ എന്നത്തിനാ വന്നത്? കണ്ട് സുഖവിവരം അന്വേഷിക്കാനോ? ഗോവിന്ദൻ പറയുന്നു, എങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യം തുളസീധരൻ നായര് നമ്മളോടൊന്നും പറയില്ലല്ലോ. പ്രാഞ്ചി പറയുന്നു, കാശിന്റെ കണക്ക് പറഞ്ഞ് തെറ്റിക്കാണും. എന്നൊക്കെ പറഞ്ഞാലും പൈസയ്ക്ക് വേണ്ടിയാണല്ലോ തുളസി ചേട്ടന്റെ മോളും ഈ ഏർപ്പാടിനെ സമ്മതിച്ചത്. ഗോവിന്ദൻ പറയുന്നു, കണക്ക് പറയാനും വിലപേശാനും തുളസീധരൻ നായര് സമർത്ഥന. സുഗുണം പറയുന്നു, അയാള് നല്ലൊരു തുക കൊടുത്ത് പൊടിയും തട്ടി പോയതാണോന്ന എന്റെ സംശയം. അങ്ങനെയും വരാമല്ലോ. എന്നാലും തുളസി ചേട്ടന്റെ മോൾക്ക് പുതിയൊരു ജീവിതമുണ്ട്. കുഞ്ഞിനെ ഉപേക്ഷിക്കാതെ വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാലോ. അങ്ങനെ സുഗുണം പുഞ്ചിരിച്ച എല്ലാവരെയും നോക്കുമ്പോൾ പ്രാഞ്ചി പറയുന്നു, നീ ആ ഭാഗത്തോട്ട് കണ്ണു വെക്കണ്ട സുഗുണ, നിന്റെ ഉള്ള ഗുണം കൂടി തുളസി ചേട്ടൻ ഇടിച്ചു പിഴിഞ്ഞെടുക്കും. ചിരിച്ചുകൊണ്ട് സുഗുണം പറയുന്നു, ഒരു ചായ കൂടി താ പ്രാഞ്ചിയേട്ടാ. ഗോവിന്ദൻ പറയുകയാണ്, ചായ കൂടി കുടിക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് മീനുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് മഞ്ജു. ഫോണുമായി മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന പ്രസന്ന പറയുന്നു, ദേ മഞ്ജുവാ വിളിക്കുന്നത്, കട്ടായോ? മീനു പറയുന്നു, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഇത് കേട്ട് പ്രസന്ന എവിടെ നിന്ന് പോവുകയാണ്. മീനു മഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത മഞ്ജു ചോദിക്കുന്നു, ചേച്ചി ഉറങ്ങിയായിരുന്നോ? മീനു പറയുന്നു, ഇല്ലടി, ഞാൻ കിടക്കാൻ തുടങ്ങുകയായിരുന്നു. മഞ്ജു ചോദിക്കുന്നു, ചന്ദ്രമോഹൻ സാർ വന്നിട്ട്? മീനു പറയുകയാണ്, ഒന്നും പറയണ്ട, വിചിത്രമായ ഒരു ഓഫറുമായിട്ട് അയാൾ വന്നത്. കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിലാക്കാമെന്ന്. പോരാത്തതിന് അയാൾ അതിന് പറഞ്ഞ പേര് ചിൽഡ്രൻസ് ഹോം എന്ന. പൈസ കൊടുത്താൽ അവര് കുഞ്ഞുങ്ങളെ നോക്കും, പക്ഷേ ആയമാരാണല്ലോ നോക്കുന്നത്. അത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ലേ? മഞ്ജു ചോദിക്കുന്നു, അതെന്താ അങ്ങനെ ഒരു ഓഫറും കൊണ്ട് വരാൻ കാരണം? മേനോൻ സാറിന് സുഖമായില്ലേ? മീനു പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും തീരുമാനമെടുക്കാനുള്ള ശേഷിയൊന്നും ആയിട്ടില്ല. ഇത് ചന്ദ്രമോഹൻ സാറ് ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച റെമഡിയാ. ചേച്ചി അയാളോട് എന്താ പറഞ്ഞെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ മീനു പറയുന്നു, എന്നോട് മേനോൻ സാറ് കുഞ്ഞിനെ നേരിട്ട് ആവശ്യപ്പെടാതെ ഞാൻ തരുന്ന പ്രശ്നമില്ലെന്ന് തീർത്തു പറഞ്ഞു. വേറെന്താ പറയേണ്ടത്? മഞ്ജു പറയുന്നു, അത് നന്നായി ചേച്ചി. അച്ഛൻ എതിര് പറഞ്ഞോ? മീനു പറയുന്നു, മോളെ എങ്ങനെയെങ്കിലും കൈയൊഴിയാനല്ലേ അച്ഛനും നോക്കൂ. എനിക്ക് കുറെ തർക്കിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. മഞ്ജു ചോദിക്കുന്നു, പക്ഷേ എങ്ങനെ എത്ര നാള് മുന്നോട്ട് പോകും? മേനോൻ സാറിന് എന്ന് സുഖമാകുമെന്ന് അറിയില്ലല്ലോ. സുഖം ആകുമെന്ന് പോലും തീർത്തു പറയാൻ പറ്റില്ല. ആക്സിഡന്റിൽപ്പെട്ട് വർഷങ്ങളായി കോമയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ എന്റെ ഹോസ്പിറ്റലിലുണ്ട്, ഞാൻ കാണുന്നതല്ലേ. മീനു പറയുന്നു, എന്തൊക്കെയാണേലും ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. മറ്റൊരാൾക്ക് മോളെ കൈമാറുന്നതും എവിടെയെങ്കിലും പോയി ഞാൻ അവളെ ഉപേക്ഷിക്കുന്നതും തമ്മിൽ എന്താടി വ്യത്യാസം? ഇത് കേട്ട് മഞ്ജു പറയുന്നു, ചേച്ചി പറയുന്നത് ന്യായം തന്നെയാ. ഞാൻ 100% ചേച്ചിയുടെ കൂടെയാ. കല്ലുമോളെ ഒന്ന് കാണാൻ എനിക്ക് പോലും ഇപ്പൊ കൊതിയാകുക. പക്ഷേ ചേച്ചിക്ക് ഒരു ജീവിതം വേണ്ടേ? അക്കാര്യം കൂടി ഓർക്കണ്ടേ? മീനു പറയുന്നു, അതൊക്കെ വിധി പോലെ വരട്ടെ മഞ്ജു, ഭാവി പ്രവചിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. മഞ്ജു പറയുന്നു, ചേച്ചി സ്വന്തം ജീവിതത്തെ പറ്റി കൂടി ചിന്തിക്കണം. അത് ഞാൻ ആവർത്തിച്ച് പറയുക. മോൾ ഉറങ്ങിയോ? ഇല്ലെങ്കിൽ അവൾക്ക് ഫോണിലൂടെ ഒരു ഉമ്മ കൊടുക്കാമായിരുന്നു. പുഞ്ചിരിച്ച് തൊട്ടിലിൽ കിടക്കുന്ന
കുഞ്ഞിനെ നോക്കിയിട്ട് മീനു പറയുന്നു അവൾ ഉറങ്ങിയടി. മഞ്ജു പറയുന്നു ശരി എന്നാ ചേച്ചി ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കുഞ്ഞിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് മീനു. പിന്നീട് കാണിക്കുന്നത് സ്ഥല കച്ചവടം നടത്തി ബ്രോക്കർ കാശ് വാങ്ങുകയാണ് തുളസി. പകുതി കാശ് കൂടെയുള്ള ആളിന് കൊടുക്കുകയാണ് തുളസി. ദാസൻ പറയുന്നു 3-4 മാസം കൂടിയാ തരക്കേടില്ലാത്ത ഒരു കച്ചവടം നടക്കുന്നത്. ഇടയ്ക്ക് വന്നതൊക്കെ ചീള് കേസ്, കള്ളുകൂടി നടന്നു, അത്രേ ഉള്ളൂ. തുളസി പറയുന്നു എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വഴിക്ക് പിരിയാം. ദാസൻ ചോദിക്കുന്നു അത് മതിയോ തുളസി ചേട്ടാ, ഇന്നൊരു നല്ല ദിവസമല്ലേ, നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ? തുളസി പറയുന്നു നിനക്ക് എന്നും ആഘോഷമല്ലേ ദാസപ്പ. ദാസൻ പറയുകയാണ് ഞാൻ ചേട്ടന്റെ കാര്യമാണ് പറഞ്ഞത്. തുളസി പറയുന്നു എന്നാ ശരി, നിന്റെ ഇഷ്ടം പോലെ, മുഴുവൻ നിന്റെ ചെലവാണ് കേട്ടോ. ഓ ശരി എന്ന് പറഞ്ഞ് ദാസൻ തുളസിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് തുളസിയും ദാസനും മദ്യപിക്കുകയാണ്. ദാസൻ പറയുന്നു സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ചേട്ടനോട് ഭയങ്കര സ്നേഹവും ബഹുമാനവുമാ. തുളസി പറയുന്നു ചിലർക്ക് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ദാസപ്പ, പലരുടെയും കാര്യം എനിക്കറിയാം. ദാസൻ പറയുന്നു 1 ലിറ്റർ അടിച്ചാലും ശരി. ഈ ദാസപ്പൻ നോക്കിയും കണ്ടും മാത്രമേ സംസാരിക്കൂ. ഞാൻ പറഞ്ഞു വന്നതേ ചേട്ടന്റെ മോളുടെ കാര്യമാ. തുളസി പറയുന്നു നീ അത് കൊട്ടി ഘോഷിക്കണ്ട, നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദാസൻ പറയുന്നു ഞാൻ ഒരു മനുഷ്യനോടും പറയുകയില്ല, പിന്നെ ഞാൻ ചേട്ടനെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ആ പെങ്കൊച്ചിന്റെ ഭാവി കളയരുത് ചേട്ടാ. തുളസി പറയുന്നു അത് ഞാൻ ചെയ്യുമോടാ, അവള് കാരണമാ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ദാസൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചേട്ടൻ തന്നെ മുൻകൈ എടുത്ത് ആ കൊച്ചിനൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അത് ന്യായമായ കാര്യമല്ലേ? തുളസി പറയുന്നു അത് നീ പറയണോ? എന്റെ മീനാക്ഷിയുടെ കാര്യം ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ അവൾക്കൊരു പിടിവാശിയുണ്ട്, ഉടുമ്പ് പിടിക്കുന്നത് പോലെയാ, പിടിച്ചാ വിടുകയില്ല. ദാസൻ പറയുന്നു ചേട്ടാ ആ മുതലാളിക്ക് സുഖമാകുകയോ ആയാൽ തന്നെ അത് എപ്പോഴാ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് നോക്കിയിരുന്നാലേ ചേട്ടന്റെ മോളുടെ ജീവിതം മുരടിച്ചു പോകുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തുളസി പറയുന്നു ശരിയാ ദാസപ്പ, അവളെ ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കണമെന്ന എന്റെ ആഗ്രഹം. ദാസൻ പറയുകയാണ് ഇപ്പോഴാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് നടക്കും ചേട്ടാ, ചെറിയ പ്രായമാ, കാണാനും മിടുക്കിയാണെന്നല്ലേ ചേട്ടൻ പറഞ്ഞത്. തുളസി പറയുന്നു പക്ഷേ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിയുമ്പോൾ. ദാസൻ പറയുന്നു എത്രയോ പേർക്ക് 2ാം കെട്ട് നടക്കുന്നു, പിള്ളേരുള്ളവരും ഇല്ലാത്തവരും, നമ്മളും അതിനു പറ്റിയ ബന്ധം നോക്കിയാ മതി. തുളസി പറയുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു പയ്യൻ കല്യാണത്തിന് തയ്യാറായി വന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ദാസൻ പറയുന്നു ഞാനൊരു ബ്രോക്കർ അല്ലേ ചേട്ടാ, എനിക്കറിയാവുന്ന 1-2 കേസുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നടന്നു പോയോന്നൊരു സംശയം. ഞാനാണെങ്കിൽ ഇപ്പോൾ അധികം കല്യാണ ബ്രോക്കറിംഗ് പിടിക്കുന്നതുമില്ല. തുളസി പറയുന്നു നീ അന്വേഷിച്ചു നോക്ക്, കൊള്ളാവുന്നതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ദാസൻ പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് കളിക്കുകയാണ് കുഞ്ഞ്. അവിടേക്ക് വന്ന തുളസി പറയുന്നു നാശം, മൂത്രം ഒഴിച്ചു വെച്ചിരിക്കുന്നു പെരക്കകത്ത്. മീനാക്ഷി എടി മീനാക്ഷി എവിടാടി, എന്താ അച്ഛാന്ന് ചോദിച്ച മീനാക്ഷി അവിടേക്ക് വരുമ്പോൾ തുളസി പറയുകയാണ് എടി നീ ഇത് കണ്ടോ, മുള്ളി നശിപ്പിച്ചിട്ടിരിക്കുന്നു, അതും നടവാതുക്കല്, മനുഷ്യനെ കേറി ഇറങ്ങി നടക്കേണ്ടതല്ലേ, ഇതാണോ കാര്യമെന്ന് മീനു ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ് 8-9 മാസം പ്രായമായില്ലേ, പെരക്കകത്ത് മൂത്രം ഒഴിക്കരുതെന്ന് അറിയാൻ പാടില്ലേ, മൂത്രം നാറിയിട്ട് പെരക്കകത്ത് നടക്കാൻ വയ്യ, ഞാൻ ഇപ്പൊ തന്നെ തുടച്ചു കളഞ്ഞേക്കാമെന്ന് മീനു പറയുമ്പോൾ തുളസി പറയുകയാണ് എന്തൊരു ശല്യമാണെന്ന് നോക്കിക്കേ. മീനു ചോദിക്കുന്നു അച്ഛൻ എന്ന വലിയ കേമനായത്, ഇവളുടെ ഈ പ്രായത്തിലെ അച്ഛൻ ഇതിനേക്കാൾ ബോർനായിരുന്നു. വിളമ്പി വെച്ച ചോറിനകത്തോട്ട് അച്ഛൻ ഇണ്ണീട്ട് നിന്ന് മൂത്രം ഒഴിച്ച കഥ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് പതറി തുളസി ചോദിക്കുന്നു ആര്, ഞാനോ? അപ്പോൾ മീനു പറയണ അല്ല ഞാൻ ഓർക്കുന്നില്ല എന്ന് തുളസി പറയുമ്പോൾ മീനു പറയണ പിന്നെ 1 വയസ്സിലെ കാര്യമൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരാള്, വേറെയും കഥയുണ്ട് പറയണോ? തുളസി പറയുന്നു ആ മതി നീ ഒന്നും പറയണ്ട. മീനു പറയുന്നു ചുമ്മാ എന്റെ കൊച്ചിനെ കുറ്റം പറയുക, കണ്ണിന് പിടിക്കുന്നില്ല അതാ കാര്യം, കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴേ ഇത്തിരി മൂത്രം ഒഴിച്ചെന്നൊക്കെ ഇരിക്കും. മോള് വാ. വേണ്ട മോള് കരയല്ലേ. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് മീനു പറയുകയാണ് അമ്മ വഴക്കുണ്ടാക്കിയതൊന്നും അല്ല, ദേ ആ പുള്ളിക്കാരനുണ്ടല്ലോ കുഞ്ഞായിരുന്നപ്പോഴേ അപ്പിയിട്ട് 2 കൈകൊണ്ടും വാരി കളിച്ചിട്ടുണ്ട്, എന്നിട്ടാ നമ്മളെ കുറ്റം പറയുന്നത്, ഒരു വലിയ ആള്, ഒരു വൃത്തിക്കാരൻ അല്ലടി മോളെ. അങ്ങനെ മീനാക്ഷി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ നാണം കെട്ട് ഒന്നും പറയാനാകാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് തുളസി. പിന്നീട് കാണിക്കുന്നത് ഒരു വീട്ടിലേക്ക് വരികയാണ് ദാസപ്പൻ. വാതിൽ തുറന്ന സ്ത്രീയോട് ദാസപ്പൻ ചോദിക്കുന്നു മാഡം ഇല്ലേ? താഴേക്ക് ഇറങ്ങി വരുന്ന മേഡം സന്തോഷത്തോടു കൂടി പറയുന്നു ദാസപ്പനോ കേറി വാ. ദാസപ്പൻ നമസ്കാരം പറയുമ്പോൾ മേഡം പറയുകയാണ് ഇരിക്ക്, എന്താ വിശേഷം? ഇയാൾ എന്തായാലും വെറുതെ ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്കറിയാം, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ജ്യൂസോ ചായയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണമെന്ന് ദാസപ്പൻ പറയുമ്പോൾ മേഡം പറയുകയാണ് ഞാൻ ദാസപ്പനോട് എന്റെ വിഷ്ണുമോന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ, അത് പിന്നെ ഇയാളെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ദാസപ്പൻ പറയുന്നു അക്കാര്യം പറയാനാ ഞാൻ വന്നത്, എന്റെ അറിവിൽ ഒരു പെങ്കൊച്ചുണ്ട്, എന്റെ ഒരു പരിചയക്കാരന്റെ മോളാ. മേഡം ചോദിക്കുന്നു അതെയോ, എവിടെയാ സ്ഥലം? ദാസപ്പൻ പറയുന്നു നാട് കുറച്ച് ദൂരെയാ, ഇപ്പൊ പെരുമ്പാവൂരിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. മേഡം ചോദിക്കുകയാണ് കുട്ടി കാണാൻ എങ്ങനെയാ? ദാസപ്പൻ പറയുകയാണ് സുന്ദരിയാ, വിഷ്ണുവിന് ചേരുന്ന പ്രായവുമാ, പിന്നെ എന്നതാന്ന് വെച്ചാൽ. മേഡം പറയുന്നു എന്താ കുഴപ്പം? എന്തായാലും മടിക്കാതെ പറഞ്ഞു. ദാസപ്പൻ പറയുന്നു പെങ്കൊച്ചിന്റെ കല്യാണം നടന്നിട്ടില്ല, പക്ഷേ ഈ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന മേഡം അതേപറ്റി കേട്ട് കാണും. മേഡം പറയുന്നു വിദേശത്തൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ അത് അപൂർവമാ. ദാസപ്പൻ പറയുന്നു അങ്ങനെ എന്തോ ഒരു കെണിയിൽ ഈ പെങ്കൊച്ചി വീണു, നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാ, പക്ഷേ ആ കുഞ്ഞിനെ അവര് ഏറ്റെടുത്തില്ല, ആ കൊച്ചിപ്പം മീനാക്ഷിയുടെ കൂടെ ഉണ്ട്. മേഡം ചോദിക്കുന്നു മീനാക്ഷി എന്നാണോ പേര്? ദാസപ്പൻ പറയുന്നു അതെ, ആവശ്യത്തിന് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്,
ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊരു ചതി പറ്റി പോയെന്നേ ഉള്ളൂ. മേഡം പറയുന്നു സോമനാഥിന്റെയും ശബരിനാഥിന്റെയും കാര്യം അറിയാലോ. ദാസപ്പൻ പറയുന്നു അറിയാം. ശബരിനാഥിന്റെ കല്യാണം നടത്തി തന്നത് ഞാനല്ലേ. മേഡം പറയുന്നു അവൾ ഒന്നും പറയാതെ ഇവിടുന്ന് പോയിട്ട് ഡിവോഴ്സിന് നോട്ടീസ് അയക്കുകയാ ചെയ്തത്. സോമന്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ നടന്നത്. എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിന് അതൊരു നാണക്കേടല്ലേ. എനിക്ക് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കണ്ടേ. ദാസപ്പൻ പറയുന്നു മീനാക്ഷിയുടെ കാര്യത്തില് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ. ഈ കല്യാണം നടന്നാൽ അതൊരു ഭാഗ്യമായിട്ടേ അവര് കരുതൂ. മേഡം പറയുന്നു സമ്പത്തിന്റെ കാര്യം വിട്ടേക്ക്. വിഷ്ണുവിന് സ്ത്രീധനം വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചീത്തപ്പേരോ ദുസ്വഭാവമോ ഉള്ള കുടുംബമായിരിക്കരുത്. വിഷ്ണുവിന് കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ പെൺകുട്ടിയായിരിക്കണം. പിന്നെ മരുമോളാണെന്ന് എനിക്കും പറയണ്ടേ. കാണുന്നവര് മോശം പറയാൻ ഇടയാകരുത്. ദാസപ്പൻ പറയുന്നു മീനാക്ഷിയുടെ കാര്യത്തില് ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ആകെയുള്ള പ്രശ്നം ആ കുട്ടി മാത്രമാ. പക്ഷേ നല്ല മിടുക്കി കുട്ടിയാ. മേഡം ചോദിക്കുന്നു പെൺകുഞ്ഞാണോ? അതേന്ന് ദാസപ്പൻ പറയുമ്പോൾ മേഡം ആലോചിച്ചിരിക്കുകയാണ്. ദാസപ്പൻ പറയുന്നു അല്ല മേഡം, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരുപോലെയല്ലേ. മേഡം പറയുന്നു നമുക്ക് ആലോചിക്കാം. ദാസപ്പൻ പറയുന്നു ശരി മേഡം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മേഡം പറയുകയാണ് ആയിക്കോട്ടെ ഒന്ന് നിക്കണേ. അങ്ങനെ കുറച്ച് ക്യാഷ് എടുത്തോണ്ട് വന്ന് ദാസപ്പന് കൊടുത്തുകൊണ്ട് മേഡം പറയുന്നു ഇതിരിക്കട്ടെ, വണ്ടി കൂലിക്കാം. അത് വാങ്ങി സന്തോഷത്തോടു കൂടി ദാസപ്പൻ പറയുന്നു ശരി. മേഡം പറയുകയാണ് ശരി ശരി ഞാൻ വിളിച്ചോളാം. തുടർന്ന് തുളസിയുടെ ഫോൺ എടുത്ത് വായിലേക്ക് വെച്ച് കളിക്കുകയാണ് കുഞ്ഞ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് തുളസി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.